കോഴിക്കോട് എരമംഗലത്ത് കുടിയിറക്ക് ഭീഷണി നേരിടുന്ന സരോജിനിയെ ഒറ്റപ്പെടുത്തില്ലെന്ന് ബാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ്. ക്വാറിയുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധ പ്രവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും പ്രസിഡന്റ് രൂപലേഖ ഉറപ്പു നൽകി. അതേസമയം നിയമം ലംഘിച്ചല്ല ക്വാറി പ്രവർത്തനമെന്നാണ് ലൈസൻസിയുടെ വാദം. വീട്ടിൽ തുടർന്നും താമസിക്കാനാണ് ആഗ്രഹമെന്ന് സരോജിനിയും റിപ്പോർട്ടറിനോട് പറഞ്ഞു. സരോജിനി കുടിയിറക്ക് ഭീഷണി നേരിടുന്ന വാർത്ത റിപ്പോർട്ടർ പുറത്തുവിട്ടു. തുടർന്ന് രേഖകളുമായി പരാതിക്കാരൻ റിപ്പോർട്ടർ സംഘത്തോടൊപ്പം പഞ്ചായത്ത് ഓഫീസിലെത്തി. പിന്നാലെ ബാലുശ്ശേരി പഞ്ചായത്ത് അധികൃതരുടെ പ്രതികരണം തേടി. സരോജിനിക്ക് കെട്ടിട നമ്പർ നൽകിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു സെക്രട്ടറി. നിലവിൽ ഇവിടെ രജിസ്റ്റർ പ്രകാരം 14/44A എന്ന് പറയുന്ന ഒരു നമ്പറുണ്ട്. അതൊരു ഷെഡാണ്. ആ ഷെഡ് അവിടെ അന്ന് താമസയോഗ്യമായ ഷെഡാണെങ്കിൽ ഈ പറഞ്ഞ നിരാക്ഷേപ സാക്ഷ്യപത്രം കിട്ടാൻ സാധ്യതയില്ല. ആ സാക്ഷ്യപത്രം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് 2020 ലൈസൻസ് അനുവദിച്ചിട്ടുള്ളത്. ക്വാറി പ്രവർത്തനം തുടങ്ങുമ്പോൾ പ്രദേശത്ത് കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും ഉള്ളത് ഒഴിപ്പിച്ചിരുന്നുവെന്നും ലൈസൻസിയുടെ വാദം. തീർച്ചയായിട്ടും ഞങ്ങൾ അന്ന് അത് ചെയ്യും. ഞങ്ങൾ അതിന്റെ ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ വാങ്ങിയാൽ അവരോടും വാങ്ങും. വാങ്ങാൻ തയ്യാറാണ്. നിങ്ങൾക്കും വില പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കോടികൾ വേണമെന്ന് പറഞ്ഞാ. ക്വാറി ലൈസൻസ് നിയമങ്ങൾ പാലിച്ചെന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ഒടുവിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് ഉറപ്പു നൽകി. പഞ്ചായത്ത് അവരോടൊപ്പം ചേർന്നാണ്. എന്തായാലും അവരെ ഒറ്റയ്ക്കാക്കില്ല. അതിനെപ്പറ്റി പരിശോധിച്ച് അതിന്റെ തുടർ നടപടികൾ പഞ്ചായത്ത് അവരോടൊപ്പം ഉണ്ടാവുമെന്ന് മാത്രമാണ് ഇപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളത്. വീട്ടിൽ താമസിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹമെന്ന് സരോജിനി. എനിക്ക് ഇവിടുന്ന് പോകാനാവില്ല. ഇപ്പോൾ ഇവിടെ തന്നെ താമസിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. റിപ്പോർട്ടറിന്റെ പൂർണ്ണ ഇടപെടലിന് പിന്നാലെ അധികൃതരിൽ നിന്നും അനുകൂല സമീപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സരോജിനിയും കുടുംബവും. ടീം റിപ്പോർട്ടർ, കോഴിക്കോട്.